ബംഗാളിൽ റീപോളിംഗ് നടക്കുന്ന ഫാൾട്ടയിൽ തൃണമൂൽ BJP വാക്കേറ്റം. സംഭവ സ്ഥലത്തേക്ക് കേന്ദ്രസേന എത്തി. ഡൽഹിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, സംഭവ സ്ഥലത്ത് വീണ്ടും പ്രശ്നങ്ങളാണോ? ഈ റീപോളിംഗ് നടക്കുന്ന ബൂത്തുകളിലൊക്കെ തന്നെ അവസ്ഥ എന്താണ്? ഇതിപ്പോൾ എവിടെയാണ് ഈ സംഘർഷ കാഴ്ചകൾ വരുന്നത്? പ്രജീഷ്, ഫാൾട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അവിടെ വോട്ട് ചെയ്യാനെത്തിയവർ പറഞ്ഞത്. എന്നാൽ BJP പ്രവർത്തകരാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് എന്ന് തൃണമൂൽ കോൺഗ്രസും തിരിച്ചടിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ തങ്ങളെ ദേഹോപദ്രവം ചെയ്യുമെന്നും സ്ത്രീകളെ വീട്ടിൽ കയറി പീഡിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കിയെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണം. എന്തായാലും സംഘർഷാവസ്ഥയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. എന്തായാലും സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കേന്ദ്രസേന അവിടെ എത്തുകയും പോലീസിനൊപ്പം അവിടെ എത്തി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് നേരിയ തോതിൽ ലാത്തിച്ചാർജ് നടത്തിയാണ് ഇവരെ തിരിച്ചുവിടേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. ഈ പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 ബൂത്തുകളിലാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡയമണ്ട് ഹാർബറിലും അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലത്തിലും കൂടിയാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് 24 പർഗാനസിലാണ് ഇപ്പോൾ നേരത്തെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് അനുവദിച്ചത്. ശരി, വിഷ്ണു പ്രസാദാണ് വിവരം നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തീരുമാനിച്ച റീപോളിംഗ് തുടരുന്നതിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. ഫാൾട്ടയിൽ തൃണമൂൽ BJP വാക്കേറ്റം.